ഒരു യാത്ര നടത്തി. ഞങ്ങളുടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അബ്ദുള്ള. ഈ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ സ്കൂളിലൊക്കെ അധ്യാപകരെന്ന് പറയുന്നത് അവർ സ്കൂളിലേക്ക് വരും, എന്നിട്ട് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് മൊബൈൽ നോക്കും. കുട്ടികൾ അവർക്ക് മടുക്കുമ്പോൾ അവർ വീട്ടിലേക്ക് പോകും. എന്ന് വെച്ചാൽ അത് വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കേരളത്തിൽ നിന്നുള്ള സമസ്ത പോലെയുള്ള, ദാറുൽ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇടപെട്ട്, SKSF പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇടപെട്ട് ഇവരെ പഠിപ്പിക്കുന്നത് എന്നാണ്. അതേതായാലും വളരെ മികച്ചൊരു കാര്യമായിട്ട് എനിക്കിവിടെ അനുഭവപ്പെടുക. നമ്മളിനി CLC ആണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മോറൽ സ്കൂളിൻ്റെ ഒരു കാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഓരോ ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പം റൂം നമ്പർ 1. അപ്പോൾ റൂം നമ്പറിൽ ഇവിടെ വരുന്ന സമയത്ത് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. കാരണം ഈ ഇവർ ആദ്യത്തെ സ്റ്റേജിലാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു കുറച്ചൊരു മുതിർന്ന കുട്ടികൾ +2 ഒക്കെ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഇവർക്ക് ഈ ഖുർആൻ പഠനം എന്ന് പറയുന്നത് വളരെ അപൂർവമുള്ള ഒന്നാണ്. وعظاما أئنا لمبعوثون لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أإذا متنا وكنا ترابا وعظاما أئنا لمبعوثون SKSF ഇന്ത്യ ഫോർവേഡ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ അഥവാ CLC, SKSFൻ്റെ നാഷണൽ കമ്മിറ്റി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇവരൊക്കെ ഇവിടുത്തെ കുട്ടികളാണ്. ഇവരുടെ മദ്രസയും ഒക്കെ കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ അക്ഷയ സെൻറ്ററും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെൻറ്ററുകളൊക്കെ വന്നൊരു കാലഘട്ടം നമുക്കറിയാം. എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കുന്നു, എല്ലാവരും ആ രീതിയിലേക്കുള്ള ഒരു വലിയൊരു മാറ്റത്തിലേക്ക് ചുവടുവെക്കുന്നു. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചുവടുവെച്ചത് ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ ചുവടുവെക്കുകയാണ്. അങ്ങനെ ചുവടുവെപ്പിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് നമ്മുടെ SKSF ആണ് എന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഇത് തുടക്കമാണ്. കുഞ്ഞു കുഞ്ഞു കമ്പ്യൂട്ടറുകളൊക്കെ വെച്ച് ഇവിടെ ഇവർക്ക് കീബോർഡ് അതിൻ്റെ ലെറ്ററുകൾ എവിടെയാണ് എന്ന് പറയുന്നതിന് ഇത് യൂസ് ചെയ്യുന്നത്, അത് സംബന്ധിച്ച ഫിംഗേഴ്സ് ഉപയോഗിക്കേണ്ടത്, അതൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം കണ്ട കാഴ്ചയാണ്. അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവിടെ കൊടുത്ത് ഇവരുടെ ഫോം കാര്യങ്ങളുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ കേസ്, SSD, മോണിറ്റർ, സ്പീക്കർ, മദർ ബോർഡ്, പ്രോസസ്സർ, മൗസ്, CPU, പ്രിൻ്റർ, ഹാർഡ് ഡിസ്ക്, റാം, ഇതൊക്കെ നമ്മൾ ആദ്യകാലത്ത് പഠിച്ചത് നമുക്ക് ഓർമ്മ വരും. ഇതിനകത്തേക്ക് കയറുമ്പോൾ എനിക്കും അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. ഞാനൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിരുന്ന സെൻറ്ററിൽ പഠിപ്പിച്ചിരുന്നു. അത് വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കൗതുകമാണ്. കാരണം ഇവിടുത്തെ ആളുകളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ഒരു സംഘടന, ഒരു സംവിധാനം മുന്നോട്ട് വരുന്നു എന്നത്. പിന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറി സിസ്റ്റങ്ങളാണ് ഇവിടെ. ഇവരുടെ ചില ആർട്ട് വർക്കുകൾ, ഈ വർക്കുകളൊക്കെ ഇവിടുത്തെ കുട്ടികൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ പഠിക്കുക. കേവലം കമ്പ്യൂട്ടർ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ സ്കില്ല്, ഇവരിൽ ഒളിഞ്ഞു നിൽക്കുന്ന സ്കില്ല് കണ്ടെത്തി അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തുന്നലായിരുന്നു ഒരു പാഷനായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ പല പല പൂക്കൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് വലിയ ആർട്ടിഫിഷ്യൽ വർക്കുകളിലേക്കൊക്കെ മാറി.
ഓരോരോ കാലഘട്ടമാണ്. പക്ഷേ ഇവർ നമ്മൾ അന്ന് തുന്നലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ തുന്നലിലേക്ക് എത്തിയിട്ടുള്ളൂ, നമ്മൾ വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ നമ്മളിവിടെ കാണാം ഒരുപാട് പുസ്തകങ്ങൾ, ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതാ നമ്മളെ മനോഹരമായി കുട്ടികൾ അവരുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എങ്ങനെയാണ് ഞാനിതിനെ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ്. ഇത് നമ്മൾ മലയാളികളും സമസ്തയുടെ പ്രവർത്തകരും ഒക്കെ നോക്കിക്കാണേണ്ട SKSF ഒക്കെ എന്താണ് ദേശീയ തലത്തിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.